കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതൊന്നുമില്ല, ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഒരു സെപ്പറേറ്റ് ഇതായിട്ട് അങ്ങനെ ഒന്ന് ജീവിച്ച് നോക്കാം, എതിർപ്പോട് കൂടി ജീവിക്കാം, ഒരു രസമാണ്. കാരണം ഞാൻ ആദ്യം പിന്നെ മദ്രാസിൽ പോവും, പിറ്റേ ദിവസം ഫ്ലൈറ്റിൽ ഇവിടെ മദ്രാസിൽ വരും, എന്നിട്ട് അവിടെ താജിലും ബാക്കിയുള്ള എല്ലാം കറങ്ങി നടക്കുക. അതൊരു ത്രില്ലാണ് കേട്ടോ, അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. വിവാഹം കഴിക്കാതെ ചെയ്യുമ്പോഴാണ് ഒരു ത്രില്ലാവുന്നത്. അതിൻ്റെ ഒരു രസമൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പക്ഷെ അത് ആരും, ഞാൻ ഈ പറയുന്ന കേട്ടോണ്ടിരിക്കുന്ന ആരും അത് ഫോളോ ചെയ്യേണ്ട. അത് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 3-4 മാസം കഴിയുമ്പോൾ ഈ ലിവിങ് ടുഗദർ അങ്ങ് മാറിയിട്ട് വേറെ ആളിനെ തരേണ്ടി വരും. അപ്പോൾ അതല്ല, അതൊരു ത്രില്ലാണ്. ആ ത്രില്ല് നശിപ്പിച്ചത് നിങ്ങളുടെ മലയാള മനോരമയും വനിതയും കൂടെയാണ്. അതായത് ഞാനൊരു പിഴിച്ചിലിന് ചെങ്ങന്നൂരൊരു പിഴിച്ചിൽ കേന്ദ്രത്തിൽ പോയി കിടക്കായിരുന്നു. അവിടെ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, മണറാടി മാത്യുവും ദിലീപും കൂടെ അവിടെ വന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ഇത്തവണ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കവർ പേജ് വനിതയിൽ അടിക്കാനാണ്. ഇത് 2000-ലാണ് കേട്ടോ, 2000. അപ്പം ഞങ്ങൾ ത്രില്ലായി. കളർ പേജ് വനിത. അപ്പം ഞങ്ങൾ എനിക്കിപ്പം കുറച്ച് തടിയും വയറും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ പിഴിച്ചിലിന് പോയപ്പോൾ എല്ലാം കഴിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ടിരിക്കുക. അപ്പം ഞാൻ പറയടി, നമുക്കിതങ്ങ് സമ്മതിച്ചാലോ? സമ്മതിച്ചു. അങ്ങനെ വന്ന് ഇൻ്റർവ്യൂ തുടങ്ങി. ഒരു ഉച്ചയായപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മാത്രമേ ഞങ്ങളിത് മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഒരു കുണുക്കായി, ഇതെന്ത് ചെയ്യും? കാരണം നമ്മൾ ഇനിയിപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ചിട്ടുമില്ല, ആകെ പ്രശ്നമാവും. ആകെ ഒരു വല്ലാത്തൊരു ഒരു മുഹൂർത്തത്തിലോട്ട് കൊണ്ട് ചാടിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, എന്തോ വരട്ടെ, നിങ്ങൾ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ വിവാഹിതരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ മൂകാംബിയിൽ പോയിട്ടാണ് ഇത് ഈ ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത ദിവസം, ഇത് വരുന്നതിന് മുമ്പേ, ഈ പത്രത്തിൽ ഈ വനിതയിൽ ഇത് അടിച്ചു വരുന്നതിന് മുമ്പേ ഞങ്ങൾ വിവാഹിതരാവണ്ടേ. അപ്പം ഈ വനിതയിൽ ഇൻ്റർവ്യൂ കൊടുത്ത് ഈ ഫോട്ടോ അന്ന് കോട്ടയത്ത് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഇതിൻ്റെ കവർ പേജിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഒറ്റ വെടിയിൽ വിട്ടു കാറിൽ. മൂകാംബിയയിൽ പോയിട്ട് അവിടെ രജിസ്ട്രാറെല്ലാം കൊണ്ടുവന്ന് അവിടെ വെച്ച് കല്യാണം കഴിച്ചു. എന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഞെട്ടിപ്പോയി. കാരണം പ്രിയനൊക്കെ ചോദിച്ചു, എന്തുപാടിയാണ് നീ വല്ലതും കഴിഞ്ഞതാണോ അതോ? അപ്പം ഞാൻ പറഞ്ഞു, വേണ്ടേ, സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇനി ഓതറൈസ്ഡായി, പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, വെരി ഗുഡ്. എല്ലാവരും എന്നെ സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഇടപെടൽ സ്വാഭാവികമാണ് എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ ഇടപെടൽ പലരുടെ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ഉദാഹരണമാണ്. അത് ഇതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്തിനാണ് വീണ്ടും ഈ സമൂഹം ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നതെന്ന് താങ്കൾക്ക് തോന്നിയില്ലേ? അത് നമ്മുടെ ഇവിടെ അമേരിക്കയൊന്നുമല്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫോറിൻ കൺട്രീസ്, ജപ്പാനോ സിംഗപ്പൂരോ ഒന്നുമല്ല. അവിടെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം ഒരു വർഷം ഒരാൾ കൂടെ താമസിക്കുന്നു, പോകുന്നു, മാരി ചെയ്യുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ല. പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ, ഹരിതവർണ്ണമായിട്ടുള്ള ഈ കേരളത്തിൽ അത് നടക്കും എന്നെനിക്കത് എന്താണ് ഇങ്ങനെ കുഴപ്പമില്ല നടന്നുള്ളൂ എന്ന് പറയുന്നതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതേക്കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അപ്പോൾ MG ശ്രീകുമാറിന് കുട്ടികളില്ലാത്തത് നിങ്ങളുടെ തീരുമാനമാണോ ദൈവനിശ്ചയമാണോ? ഞങ്ങളുടെ തീരുമാനമാണ്. അതെന്താണ്? താങ്കളെപ്പോലെ ഒരു ഗായകന് ഒരു അടുത്തൊരു തലമുറ ഉണ്ടാവേണ്ടതല്ലേ? അല്ല, അത് ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഉണ്ടായാൽ നല്ലതായിരിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. ഉണ്ടായാൽ നല്ലതായിരിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. ആ ഒരു റിസ്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എടുക്കാൻ താല്പര്യമില്ല. ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് ആലോചിക്കുന്നൊരു മനുഷ്യനാണ്. കാരണം ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഞാനൊരു വിവാഹം കഴിച്ചു, എൻ്റെ തീരുമാനത്തിൽ ഈ കുട്ടികൾ വേണ്ടാന്ന് വെച്ചു. അല്ല, ഇപ്പോൾ തീർച്ചയായിട്ടും നല്ലതാവാനാണ് കൂടുതൽ സാധ്യതയെങ്കിൽ അങ്ങനെ ഒരു റിസ്ക് പറയാൻ പറ്റില്ലല്ലോ. അത് എങ്ങനെ ഒരു റിസ്ക് ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അത് എനിക്കിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പ്രാക്ടിക്കലായിട്ട് കണ്ടും കേട്ടും മനസ്സിലാക്കുന്നുണ്ട്. പലരുടെയും മക്കൾ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് വേണ്ട. എന്തിനാണ് അത്? അങ്ങനൊരു പോളിസി ഇവിടെ കേരളത്തിലുണ്ടെങ്കിൽ അത് ഞാനത് മാറ്റുന്നു, എൻ്റെ ബുക്കിൽ നിന്ന് അത് മാറ്റുന്നു. അല്ല, പോളിസി അല്ല, ഒരുപക്ഷെ അതൊക്കെ ഒരു അലോസരമാകുമെന്ന് വിചാരിച്ച് ജീവിതം കുറച്ചുകൂടെ ആസ്വദിക്കാൻ വേണ്ടി അങ്ങനെ ഒരു തീരുമാനം? അങ്ങനെയൊന്നുമല്ല, ജീവിതം ആസ്വദിച്ച് ഇതൊക്കെ മതി, ധാരാളം ദൈവം തന്നില്ല. ഐ ഹാവ് ടേക്കൺ എ ഡിസിഷൻ ഓൺ സർട്ടൻ തിങ്സ് വിച്ച് ഐ കാൺ ഡിസ്ക്ലോസ്. ഓക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുകൊണ്ടുമല്ല, ഞങ്ങളുടെ പേഴ്സണൽ പ്രശ്നമൊന്നുമല്ല. ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയത്തോളം ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ തന്നെ നിൽക്കുന്നു. കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നന്നായിരിക്കണം, അവർ തലവേദനയായിട്ട് മാറരുത്, ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ പോളിസി ഈ വൈകിയ വേളയിൽ. അങ്ങനെ ആളുകൾ വിചാരിക്കുകയായിരുന്നെങ്കിൽ അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ,
100-ൽ 1 വെച്ചോളൂ. പലരും ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുത്ത വ്യക്തികൾ വരെ ഉണ്ട്. അത് വാങ്ങിക്കുന്ന സംഗീത സംവിധായകർ ഇവിടെ ഉണ്ട്. Different people, one home. ManoramaOnline.com, your home